നല്ലൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഇത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ഇലക്ട്രീഷ്യൻ തന്നെ ചോദിച്ച ചോദ്യമാണ്. ആ ഇലക്ട്രീഷ്യനോട് സംസാരിച്ച് അവിടെ നിന്ന് മനസ്സിലായ ഇൻപുട്ടും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യവുമാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾ ആരെങ്കിലും ഒരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നല്ല ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ പിന്നെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ, ആയിരക്കണക്കിന് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ വീടെടുക്കുന്നുണ്ട്. അവിടെയൊന്നും ഒരു സിവിൽ പ്ലാനും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ആശാരി വന്ന് വീട്ടുകാരൻ്റെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് ആശാരി അടിക്കുന്ന ഒരു കുറ്റിയുടെ ബലത്തിലാണ് കംപ്ലീറ്റ് വീട് പണി ചെയ്യുന്നത്. അവിടെ ആശാരി വന്ന് കംപ്ലീറ്റ് മരത്തിൻ്റെ കണക്കടക്കം കൊടുത്തിട്ട് പോകാറാണ് പതിവ്. പിന്നീട് കാലം കടന്നു വന്നു, സിവിൽ എഞ്ചിനീയേഴ്സ് വന്ന് പ്ലാന് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്ലാന് വെച്ച് വീട് പണിഞ്ഞു നോക്കുമ്പോൾ ഏതൊക്കെയോ ആശാരിമാരും ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. പ്ലാനൊക്കെ എപ്പോഴാണ് ഉണ്ടായത്, അതിനെക്കാട്ടും എത്രയോ കൊല്ലം മുന്നേ വീടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്നാൽ ഇന്ന് ഒരു വീട് പോലും പ്ലാൻ ഇല്ലാതെ, സിവിൽ പ്ലാൻ ഇല്ലാതെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എലിവേഷനുകളും 3D ഡ്രോയിങ്ങുകളുടെ ഒരു കാലം വന്നത്. പണ്ടൊക്കെ ഒരു എലിവേഷനോ അല്ലെ 3D ഡ്രോയിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള വീടുകൾ വളരെ വലിയ പ്രൊജക്റ്റുകൾക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കാണ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീടെടുക്കുമ്പോഴും ആളുകൾ 3D ഡ്രോയിങ് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളും ഓട്ടോമേഷനുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഒരു ഹൗസ് ഓണർക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കി നാളെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ സാധ്യത എന്ന പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? വീടിൻ്റെ ലിൻഡൽ വരുമ്പോഴാണ്, ലിൻഡൽ അല്ലെങ്കിൽ സൺഷെയ്ഡ് വാർക്കുമ്പോഴാണ് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നിങ്ങൾ ലിൻഡലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തെങ്കിലും പിന്നീട് ഇത് ഫിനിഷ് ചെയ്ത് വരുന്ന മിനിമം 1 കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോഴാണ് ഫിനിഷ് ചെയ്യുക. ഇങ്ങനെ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രൊജക്റ്റിൽ ആദ്യം ആലോചിച്ച് വന്ന ഹൗസ് ഓണറിൻ്റെ ആവശ്യം പോലും അവസാനമാകുമ്പോൾ ഹൗസ് ഓണർക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. പിന്നെയല്ലേ 100,000 വീടുകൾ ചെയ്ത് കയറി ഇറങ്ങി നടക്കുന്ന ഇലക്ട്രീഷ്യൻ ഓർമ്മയുണ്ടാവുക. അപ്പോൾ ഇത് പ്രധാനമായി ഇലക്ട്രിക്കൽ പ്ലാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർത്തവ്യം എന്ന് വെച്ചാൽ ഹൗസ് ഓണറിൻ്റെ റിക്വയർമെൻറ്റും അതേപോലെ തന്നെ എന്തൊക്കെ വർക്കാണ് ഇലക്ട്രീഷ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതും ആദ്യം തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്താൽ എവിടെയൊക്കെ സ്വിച്ച് ബോർഡുകൾ കൊടുക്കണം, എവിടെയൊക്കെ കബോർഡുകൾ വരും, എവിടെയൊക്കെയാണ് ലൈറ്റ് പോയിൻറ്റ്സ് കൊടുക്കേണ്ടത്, അത് എങ്ങനത്തെ ലൈറ്റ് പോയിൻറ്റ്സാണ് കൊടുക്കുന്നത്, എവിടെയൊക്കെയാണ് ഫർണിച്ചേഴ്സ് വേണ്ടത്, എവിടെയാണ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വെക്കാൻ പോകുന്നത്, ഇതൊക്കെ ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്യും. പിന്നീട് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ പല സ്ഥലങ്ങൾക്കും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഇവിടെയാണ് ഞാൻ കബോർഡ് വെക്കാൻ ഉദ്ദേശിച്ചത്, അവിടെയാണ് ഇലക്ട്രീഷ്യൻ കൊണ്ടുപോയി സ്വിച്ച് ബോർഡ് വെച്ചത്, കബോർഡ് വെച്ചപ്പോൾ സ്വിച്ച് ബോർഡ് അതിൻ്റെ ബാക്കിലായിപ്പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് നിങ്ങൾക്ക് അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പിന്നെ എക്സ്റ്റൻഷൻ ബോക്സ് നിലത്തോട്ട് വലിച്ചു കൊണ്ടുപോയി യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഡെയിലി ലൈഫിൽ കണ്ടിരിക്കും. ഇതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ റിക്വയർമെൻറ്റ് ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് ഡോക്യുമെൻ്റ് ചെയ്ത് അത് ഒരു ഡ്രോയിങ് രൂപത്തിൽ നിങ്ങൾ ഇലക്ട്രീഷ്യന് ഹാൻഡ് ഓവർ ചെയ്താൽ ഇലക്ട്രീഷ്യൻ ഏത് സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഈ ഡ്രോയിങ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ സ്വിച്ച് ബോർഡാണോ വേണ്ടത്, അല്ല TV പോയിൻ്റ് ആണോ വേണ്ടത്, അല്ല സ്വിച്ച് ആണോ വേണ്ടത്, ലൈറ്റ് എവിടെ വേണം എന്നുള്ളത് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവും. അത് വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമതായി നിങ്ങൾക്കറിയാം, ഒരു ഇലക്ട്രീഷ്യൻ ശരാശരി ഒരു വർഷം ഒരു 10-12 വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. കൂടിപ്പോയ ഒരുപാട് പണിക്കാരെ വെച്ചിട്ട് മാറി മാറി ചെയ്യുന്ന ഒരാൾക്ക് ഒരു 20-25 വീട്ടിൽ പോവാം. നമ്മളെപ്പോലത്തെ ഒരു സ്ഥാപനത്തിന് മിനിമം 100-150 പ്രൊജക്റ്റ് വരെ ഒരു കൊല്ലം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വീടുകളുടെ എക്സ്പീരിയൻസ്, അവർ പല ആവശ്യങ്ങൾ, ഈവൻ നമ്മളടക്കം പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ക്ലയൻറ്റ് കൊണ്ടുവരുമ്പോൾ ക്ലയൻറ്റ് പറയും ഇങ്ങനൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. അത്രയും ആൾക്കാർ ഇത്രയും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് മറ്റൊരു ക്ലയൻറ്റിന് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ടെക്നോളജി, ഫ്യൂച്ചറിൽ ഇപ്പോൾ 3 ഫേസ് ചാർജിങ് ആണ് കാർ വരിക, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ വരാൻ പറ്റും, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും ഇത് അറിയില്ല എന്നല്ല കേട്ടോ, അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഒരുപാട് പേര് അറിയാത്ത ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ അത് മിസ്സായി പോകുന്ന കാര്യം പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഒരു വീട് ചെയ്യുമ്പോൾ അത് മിസ്സായി പോവാം. അപ്പം ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി, പ്രൊട്ടക്ഷൻ സ്കീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ, അതായത് എത്ര വീടുകളിലാണ് ഇപ്പോൾ SPD സ്ഥിരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇലക്ട്രീഷ്യൻ, അതേപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ സോളാർ ഏത് വെക്കണം ഒരു ഇലക്ട്രീഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ കുറിച്ചല്ല, ജനറലായിട്ട് പറയുമ്പോൾ 100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ള മെയിൻ ഒരു സംഭവമാണ് റീവർക്കും കോസ്റ്റ് വരുന്നതും. ഫോർ എക്സാമ്പിൾ, ഒരു പോയിന്റ് ക്ലയൻറ്റ് ആദ്യം മനസ്സിൽ കണ്ടില്ല, പിന്നീട് ക്ലയൻറ്റിന് അവിടെ ഒരു പോയിന്റ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ തേപ്പും കഴിഞ്ഞു, പിന്നീട് അവിടെ ഒരു വേണമെങ്കിൽ പിന്നെ തേപ്പ് കട്ട് ചെയ്ത് ഒരു പോയിന്റ് വെച്ച് വീണ്ടും അത് പ്ലാസ്റ്റർ ചെയ്ത് അതിൻ്റെ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന കോസ്റ്റ്, അതേപോലെ ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ സോക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ചെലവ്, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ കറക്റ്റായിട്ടുള്ള രീതിയിൽ വയർ ചെയ്താൽ സേവ് ചെയ്യാൻ പറ്റുന്ന കേബിളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം കോസ്റ്റ് സേവിങ്ങും ചെയ്യാം. ഈ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, മാക്സിമം നിങ്ങൾ പോയി ഒരു കോയിൽ കേബിൾ സേവ് ചെയ്യും. പക്ഷെ ഒരു കോയിൽ കേബിൾ അല്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു പോയിന്റ് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 500 രൂപ മുതൽ 1000 രൂപ വരെ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ അതിന് മുകളിൽ നിങ്ങൾക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറയാം, ഒരു പോയിന്റിന് ഒരു ലൈറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തു, മേ ബി ക്ലയന്റിന് അത് ആവശ്യമില്ല, അവിടെ കൊണ്ടുപോകുന്ന വയർ മാത്രം ഒരു 10 മീറ്റർ വയറല്ല അവിടെ എക്സ്ട്രാ വരുന്നത്, അവിടത്തേക്ക് ഒരു സ്വിച്ച് വന്നു, അവിടത്തേക്ക് ഒരു ബോക്സ് വന്നു, ഒരു ആവശ്യമില്ലാതെ ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും പോയിന്റ് ഉള്ളത് കൊണ്ട് വെക്കേണ്ടി വരുന്ന ഒരു ലൈറ്റ്, ചിലപ്പോൾ ആ ലൈറ്റിന് 1000 രൂപയാവും, ചിലപ്പോൾ 500 രൂപയാവും എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് സേവ് ചെയ്ത് വരുമ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു കോസ്റ്റ് സേവിങ് വരും. ഇത് കൂടാതെ പിന്നീട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു നല്ലൊരു കൺസൾട്ടൻസി ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യം, പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതാണ് നല്ലത് എന്നുള്ള ചോദ്യം. അതായത് ഇപ്പോൾ കേബിൾ ഏതെടുക്കാം, ക്ലാസ് 2ഉം ക്ലാസ് 5ഉം തമ്മിൽ ഏതാണ് ബെറ്റർ, സ്ഥിരമായിട്ട് എനിക്ക് വരുന്ന ഒരു ക്ലയന്റുകളുടെ ചോദ്യമാണ്. കാരണം ഇലക്ട്രീഷ്യൻ പറയും ക്ലാസ് 5 ആണ് നല്ലത്. ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെ അകത്ത് ചിലപ്പോൾ അവർക്ക് വയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ഹൗസ് ഓണറിനെ വെച്ച് നോക്കുമ്പോൾ ക്ലാസ് 2 ആണ് നല്ലത്, ഓക്കെ. പക്ഷേ ഒരു ഇലക്ട്രീഷ്യനെ വെച്ച് നോക്കുമ്പോൾ ക്ലാസ് 5 ആണ് അവർക്ക് ഈസി ആയിട്ട് വയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചില കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, വേറൊരു രീതി പറഞ്ഞാൽ ചിലപ്പോൾ ചില കമ്പനികളുടെ കേബിളുകൾക്ക് ആയിരിക്കും അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അത് കിട്ടാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ആ രീതിയിലും അവർ ഇത് റെക്കമെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു കൺസൾട്ടൻസിയും കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് യാതൊരു മോണിറ്ററി ബെനിഫിറ്റ്സും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഒരു ടെക്നിക്കൽ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി. ഐ ഹോപ്പ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതും കൂടാതെ തന്നെ ഒട്ടനവധി വേറെയും വിഷയങ്ങളുണ്ട്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ടെക്നോളജി അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ആദ്യമേ പ്ലാൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ക്ലയൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന സംശയങ്ങളാണ്, സോളാർ വാട്ടർ ഹീറ്റർ വേണോ, സോളാർ വെക്കുമ്പോൾ എത്ര കിലോ വാട്ടിൻ്റെ വെക്കണം, സോളാറിൻ്റെ പുതിയ ടെക്നോളജി ഏതാണ്, ഓൺ ഗ്രിഡ് വെക്കണോ, ഹൈബ്രിഡ് വെക്കണോ, ഇൻവേർട്ടർ എത്ര കിലോ വാട്ടിൻ്റെ വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു ഊഹാപോഹത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ ബേസിൽ വെച്ചിട്ട് പറയുന്നില്ല, തികച്ചും ശാസ്ത്രീയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ നല്ലൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങളെ വീടിനെ ആലോചിച്ച് നടക്കുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഒരു സ്വിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് തന്നെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞ പോലത്തെ സ്വിച്ച് വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവാം. ഇത് കൂടാണ്ട് തന്നെ ഇലക്ട്രീഷ്യന്മാർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ഇല്ല, ഇവിടെ പോയിന്റ് ഇല്ല, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു, നീ എന്ത് പരിപാടിയാണ് ചെയ്ത്, ഒരു പോയിന്റ് ഇവിടെ കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഓണർമാർ ചോദിക്കും. ഇതിനൊന്നും മറുപടി പറയാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പം ഈ ഇലക്ട്രീഷ്യൻ വീട് പണി നടക്കുന്ന സമയത്ത് അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് വേണോ, കോസ്റ്ററോടൊക്കെ അങ്ങനെ ഒരുപാട് പോയിന്റ് ഒന്നും വെക്കേണ്ടെന്ന് ഓണർ തന്നെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. ഇതേ ഓണർ ചിലപ്പോൾ മാറ്റി പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് അത്യാവശ്യമായിട്ട് വേണം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നീട്ടി വെച്ചിട്ടാണെങ്കിലും വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഒരാൾ എൻ്റെ വളരെ സൗഹൃദമായിട്ട് എന്നോട് എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ആളാണ്. സ്ഥിരമായിട്ട് വിളിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഫോൾട്ട് ഫൈൻഡിങ് ഒക്കെ ചോദിക്കുന്ന ഒരാളാണ്. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം എന്താണെന്നോ എന്തിനാ ചെയ്യുന്നതെന്നോ അറിയില്ല. അപ്പോൾ ഇതൊന്ന് വ്യക്തമാക്കാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾ ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.